കൂടെയുള്ള ആളുകൾ മുഴുവൻ ഇഴഞ്ഞു നടക്കാമെന്ന് കരുതി പറക്കാതിരിക്കുകയാണോ നിങ്ങൾ? ഒരു സൊസൈറ്റിയിലെ വെറും 1% പേരിന് മാത്രം അറിയാവുന്ന ഈ ബിസിനസ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ 99% ഓഫ് ആൾക്കാർ നിങ്ങളെ കളിയാക്കും, അല്ലെങ്കിൽ നിങ്ങൾ അത്ഭുതത്തോടു കൂടി നോക്കും. അത് സ്വാഭാവികം. നിങ്ങളൊരു പ്രൊഫഷണൽ ആണെങ്കിൽ അവർ ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതിന് മറുപടി ഇതാണ്, അതിന് അവർ ഈ മറുപടി പറയാൻ സാധ്യതയുണ്ട്, അതിന് ഈ മറുപടി ഇതാണ്, അതിന് അവർ ഈ മറുപടി പറയാൻ സാധ്യതയുണ്ട്, അതിന് ഇതാണെന്ന് പറഞ്ഞത് പഠിക്കാൻ തയ്യാറാണെങ്കിൽ, ലക്ഷങ്ങളും കോടികളും കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് പഠിക്കാൻ തയ്യാറാത്തത് എന്തുകൊണ്ടാ? ടൂൾസ് എടുത്തുകൊണ്ട് പഠിക്കാൻ തയ്യാറായിട്ട് ഇറങ്ങുകയാണെങ്കിൽ നിങ്ങൾ പറയും, വാടാ, ചോദിക്കടാ, എന്തും ചോദിക്കടാ, പറയാടാ എന്ന് പറയും. ഇല്ലെങ്കിൽ അത് അടിച്ച് പുറത്തേക്ക് വരും. നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ മതി. ദാവീദും ഗോലിയാത്തിന്റെയും കഥ പോലെയാണിത്. ദാവീദിനോട് പറഞ്ഞു, ഇത്രയും വലിയ ഗോലിയാത്തിനെ നീ എങ്ങനെ നേരിടും? ഇത്രയും വലിയ സാധനത്തിന് നീ എങ്ങനെ നേരിടും? ദാവീദ് പറഞ്ഞു, അത് തന്നെയാണ് എന്റെ അഡ്വാൻറ്റേജ്. കാരണം എവിടേക്ക് അടിച്ചാലും അവന്റെ മേത്ത് കൊള്ളും. ഇന്ന് വെറും 1% പേര് വരുന്ന സ്വാതന്ത്ര്യ മോഹികളായിട്ടുള്ള നിങ്ങളെ പോലുള്ള ആളുകൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ 99% ആളുകൾ ചെതറിക്കിടപ്പുണ്ട്. എവിടെ അടിച്ചാലും കൊള്ളും. അങ്ങനെയാണ് ഇരിക്കുന്ന അവസരം. കാണിച്ചു കൊടുക്കണം, പിടിച്ചടക്കണം, കൊണ്ടുവരണം. അടുത്ത പ്രോഗ്രാം ഇവിടെ നടക്കുമ്പോൾ കേറി വരണം. കയ്യൊട്ടിക്കളി മാത്രമല്ല, ഇവിടെ ഒന്ന് കേറി നിന്ന് കൊള്ളണം കയ്യടി. യെസ് ഓർ നോ? എത്ര പേർക്ക് പറ്റും? താങ്ക് യു വെരി മച്ച്. ഇത് ഒന്നാം തരം ഓപ്പർച്യൂണിറ്റിയാണ്. എന്റെ ജീവിതം മോദി കെയറിന് മുമ്പ്, മോദി കെയറിന് പിമ്പ് എന്ന രണ്ടായി മാറിയിട്ടുണ്ട്. എന്റെ ആന്തരിക ജീവിതം സദ്ഗുരുവിന് മുമ്പ്, സദ്ഗുരുവിന് പിമ്പ് എന്ന് രണ്ടായി മാറിയതുപോലെ എന്റെ ബാഹ്യ ജീവിതം മുഴുവൻ മോദി കെയറിന് മുമ്പ്, മോദി കെയറിന് പിമ്പ് എന്ന് രണ്ടായിട്ട് തിരിയേണ്ടി വന്നു. തിരിഞ്ഞു. നിങ്ങൾക്കും അങ്ങനെ ഒരു ജീവിതം ഉണ്ടാക്കാം തീരുമാനമെടുത്താൽ. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, കമ്മിറ്റ്മെന്റ്. വെറുതെ വാക്കുകൊണ്ട് എഴുതുന്നതല്ല, തീരുമാനിക്കുന്ന, ബ്ലഡ് കൊണ്ട് എഴുതിയ കമ്മിറ്റ്മെന്റ്. ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നതിന് മുമ്പ് തീരുമാനമെടുത്ത് ഇറങ്ങി പോവാ. 2, ഫോക്കസ് ചെയ്യുക. ഫോക്കസ് ചെയ്യാതെ ഒരു കാര്യം തുളഞ്ഞ ചരിത്രമേ ഇല്ല. നിരന്തരമായി തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുക. So wish you all the best. Let's make this world a wonderful